മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വേരൻ എന്ന് പറയുന്ന ഒരു അത്ഭുത പച്ചമരുന്നിനെ പറ്റിയാണ്. ഒട്ടനവധി രോഗങ്ങൾ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന പ്രകൃതി നൽകിയ ഏറ്റവും വലിയൊരു വരദാനമാണ് ഈ ഒരു വേരൻ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. പല സ്ഥലങ്ങളിലും ഇതിനെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. പെരിങ്ങലം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. വളരെ മുൻകാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളുടെ മല വിസർജനം ഒരു ഇടത്തുനിന്നും നീക്കം ചെയ്യാൻ, അത് കോരിക്കളയാൻ വേണ്ടി ഇതിൻ്റെ ഇലയാണ് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഇതിൻ്റെ ഇലകൾക്ക് രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള പ്രത്യേകമായ ഒരു കഴിവുണ്ട്, ഒരു സവിശേഷതയുണ്ട്. ഒരുപക്ഷെ ആ സത്യം മനസ്സിലാക്കാതെ തന്നെ കുഞ്ഞുങ്ങളുടെ മലവിസർജനം കോരിക്കളയാൻ ഈ ഇല ഉപയോഗിക്കുമ്പോൾ അതൊരു അണുനാശിനിയായി പ്രവർത്തിച്ചിരുന്നു എന്നൊരു സത്യം തന്നെയാണ്. അതുപോലെ തന്നെ തുടയ്ക്കാൻ നമ്മുടെ ഫർണിച്ചറുകളും അതുപോലെയൊക്കെ ഉള്ള സാധനങ്ങൾ ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് പേപ്പർ ഉപയോഗിച്ച് തുടയ്ക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലതാണ് ഈ ഒരു വേരിൻ്റെ ഇല ഉപയോഗിച്ച് തുടയ്ക്കുന്നത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ നാടിനെ നടുക്കിക്കൊണ്ടിരിക്കുന്ന പല മാരക രോഗങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡെങ്കിപ്പനി, വൈറൽ പനി, അതുപോലെ തന്നെ മലേറിയ തുടങ്ങിയ പനികളാണ്. ഈ പനികൾ ഫലപ്രദമായി ചികിത്സിച്ച് ഭേദമാക്കാൻ ഈ ഔഷധത്തിന് കഴിയും. ഈ ഔഷധത്തിൻ്റെ ഇല എന്ന് പറയുമ്പോൾ തളിരില വേണം നമ്മൾ ഉപയോഗിക്കാനും. തളിരിലയും ഇതിൻ്റെ വേരിലാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണം അടങ്ങിയിരിക്കുന്നത്. തളിരിലയും വേരും നമ്മൾ എടുക്കുക. തളിരില എന്ന് പറയുമ്പോൾ ദാണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ തളിരിലയാണ്. ഇതേപോലെയുള്ള തളിരിലയും വേരും കൂടെ എടുത്ത് അത് നല്ല ഭംഗിയായിട്ട് കഷായം വെക്കുക. കഷായം വെക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 5-10 എണ്ണത്തിൻ്റെ വേര് വേണം നമ്മൾ എടുക്കാനും. ഈ വേര് നമ്മൾ എത്ര ഗ്ലാസ് വെള്ളത്തിലാണോ നമ്മൾ തിളപ്പിക്കുന്നത്, അത് തിളച്ച് അതിൻ്റെ നേരെ പകുതിയായി വറ്റണം. എങ്കിൽ മാത്രമേ ഇതിൻ്റെ ആ ഗുണങ്ങൾ മൊത്തവും ഈ കഷായത്തിൽ വരികയുള്ളൂ. അതിനുശേഷം നമ്മളത് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുരുതരമായ നമ്മളെ ബാധിക്കുന്ന ഡെങ്കിപ്പനി, വൈറൽ പനി, മലേറിയ മുതലായ അസുഖങ്ങൾക്ക് പൂർണ്ണമായ ഫലപ്രാപ്തി ഉണ്ടാകും. രാവിലെയും വൈകിട്ടുമാണ് ഇത് കഴിക്കേണ്ടത്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ താമസിക്കുന്ന ആ സ്ഥലങ്ങളിലുമൊക്കെ ഈ മൂർഖൻ പാമ്പിൻ്റെ കടി ഏൽക്കുകയാണെങ്കിൽ മൂർഖൻ പാമ്പിൻ്റെ വിഷം ശമിപ്പിക്കാൻ ഇതിൻ്റെ ഇലയ്ക്ക് അത്ഭുതകരമായ ശക്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ തളിരില നമ്മൾ മുമ്പേ പറഞ്ഞിട്ട് ഈ തളിരില പറിച്ചെടുത്ത് പാല് ചേർത്ത് അരയ്ക്കുക. പാല് ചേർത്ത് നമ്മൾ അരച്ച് നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുകയാണെങ്കിൽ മൂർഖൻ പാമ്പിൻ്റെ വിഷം ശമിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. മറ്റ് പാമ്പുകളുടെ വിഷത്തിന് ഇത് ഉപയോഗിച്ചായിട്ടോ അല്ലെങ്കിൽ മറ്റ് വൈദ്യശാസ്ത്രങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ക്യാൻസർ വരാനുള്ള സാധ്യതകളെ ഇത് നിർവീര്യമാക്കുന്നു. ഒപ്പം ക്യാൻസറിനെ നശിപ്പിക്കാനും കഴിയുന്നു. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ വേരെടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പച്ചരി കൂടി ചേർത്ത് ഇത് അരച്ചിട്ട് നമുക്ക് ഈ പലഹാരം എന്ന് പറയുമ്പോൾ അപ്പമാക്കി മുരിച്ചെടുത്ത് അപ്പമാക്കി കഴിക്കുകയാണെങ്കിൽ, അത് സ്ഥിരമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു മരുന്നാണ്. ക്യാൻസർ രോഗങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്നും തടയാൻ അത് ഫലപ്രദമായ ഒരു മരുന്നാണ്. അത് നമുക്ക് ശീലമാക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ അൾസർ എന്ന് പറയുന്ന ഒരു രോഗമുണ്ട്. ഇന്ന് ഒട്ടനവധി പേരെ അലട്ടുന്ന ഒരു രോഗമാണ് ഈ അൾസർ എന്ന് പറയുന്ന ഈ മഹാവിപത്ത്. വളരെയധികം വേദനാജനകമായ ഈ അൾസർ വരുവാണെങ്കിൽ ഈ ഒരു വേരിൻ്റെ തളിരില പറിച്ചെടുത്ത് വെള്ളത്തിനകത്തിട്ട് ഭംഗിയായിട്ട് തിളപ്പിച്ചതിൻ്റെ സത്ത് ഇറങ്ങുന്നത് വരെ തിളപ്പിച്ചതിന് ശേഷം അത് ആറുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ചരുവത്തിനകത്ത് വല്ലതും ഒഴിച്ച് അതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന ഒരു 30 മിനിറ്റ് വരെ ഇറങ്ങിയിരുന്ന് പല പ്രാവശ്യം അങ്ങനെ ചെയ്യാമെങ്കിൽ, അതായത് ഒരു ദിവസമല്ല, ചില ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അൾസറിന് പൂർണ്ണമായ ശമനം ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അത് അനുഭവസ്ഥർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ എണ്ണ കാച്ചാൻ ഉപയോഗിക്കും. അതായത് ഇതിൻ്റെ ഈ തളിരിലയും വേരും എടുത്ത് വൃത്തിയാക്കി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഭംഗിയായിട്ട് മൂപ്പിച്ചെടുക്കുക. അതായത് ഈ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെളിച്ചെണ്ണ തിളയ്ക്കുന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് ഇളക്കി കൊടുത്ത്
ചെറിയ തീയിൽ വേണം ഇത് കാച്ചിയെടുക്കാൻ. അങ്ങനെ ആ തിള അതിൻ്റെ വെള്ളം എല്ലാം പറ്റിക്കഴിഞ്ഞാൽ വാങ്ങി വെച്ച് അരിച്ച് കുപ്പിയിൽ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെ പുരട്ടുകയാണെങ്കിൽ ചൊറി, ചിരങ്ങ്, പിന്നെ അതുപോലെ തന്നെ കരപ്പന്, ഇതിനൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു സംഗതിയാണ്, വളരെ നല്ലൊരു സംഗതിയാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ആർക്കും ചെയ്യാവുന്ന ഒരു സംഗതി കൂടിയാണ്, യാതൊരു ദോഷങ്ങളുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒട്ടനവധി ഗുണങ്ങൾ ഈ ഒരിവേരൻ എന്ന് പറയുന്ന സസ്യത്തിലുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു സംഗതി വെച്ചാൽ, ഈ ഒരിവേരൻ എന്ന പേര് കിട്ടിയ സംഗതി ഇത് നമ്മൾ പിഴുതെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിച്ചാൽ ദാണ്ട ഇതിന് ഒരു വേര് മാത്രമേ ഉള്ളൂ, ഈ ഒറ്റ വേരേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരിവേരൻ എന്ന പേര് നമുക്ക് ഇതിൽ നമ്മളിതിനിട്ടത്. പിന്നെ ഇതിൻ്റെ പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത് ഈ ഒരു വേരിൽ നിന്നും മറ്റൊരു വേര് അങ്ങോട്ട് ഇറങ്ങും. അതിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുകയും അത് ആ പ്രദേശം മൊത്തം വ്യാപിക്കുകയും ചെയ്യും. ഇത് പ്രത്യേകിച്ച് നമ്മൾ നട്ടു വളർത്തി പരിചരിക്കേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെയില്ല. നമ്മുടെ പുരയിടങ്ങളിൽ തന്നെത്താൻ ഇതുണ്ടാവും. കാരണം ഇത് പൂത്ത് നല്ല മനോഹരമായ വെള്ള പുഷ്പങ്ങളുണ്ട്. ഈ വെള്ള പുഷ്പങ്ങൾ ധാരാളമായി ചിത്രശലഭങ്ങൾ ആകർഷിക്കുന്നുണ്ട്. ധാരാളം ചിത്രശലഭങ്ങൾ ഇതിൽ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രശലഭങ്ങൾ മാത്രമല്ല, തേനീച്ചകൾ, ഇപ്പോൾ തന്നെ തേനീച്ചകൾ ധാരാളം ഇവിടെ ഉണ്ട്, തേനീച്ചകളുണ്ട്. അപ്പോൾ ഈ കായ്കളും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ആ കായ്കൾ വീണല്ല ഇത് ധാരാളമായിട്ട് വിത്തുകൾ ഉണ്ടാകുന്നത്. കാരണം വേരിൽ നിന്ന് ഒരു സസ്യം ഉണ്ടാകുന്നു, അതിൻ്റെ പേരിൽ നിന്ന് മറ്റൊരു സസ്യം ഉണ്ടെന്നു. അങ്ങനെയാണത് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഇതിൻ്റെ വേര് മാത്രം കഴുകിയെടുത്ത് അരച്ച് പച്ചരിയുടെ കൂടെ ചേർത്ത് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നത് സ്ത്രീകൾക്ക് പ്രസവത്തിന് ശേഷം അത് നല്ല ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമായ ഒരു പച്ചമരുന്ന് കൂടിയാണ് ഈ ഒരിലവേരൻ എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രകൃതി നമുക്ക് ദാനമായി തന്നിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ് ഇത്. പിന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഈ ഗർഭാശയ മുഴ മാറിക്കിട്ടുന്നതിന് ഇത് ഫലപ്രദമാണ്. അത് കഷായം വെച്ച് കുടിക്കുക. ഇതിൻ്റെ ഇലയും വേരും കഷായം വെച്ച് കുടിച്ചാൽ ഗർഭാശയ മുഴ മാറിക്കിട്ടും. പിന്നെ ഏറ്റവും ഗുണപ്രദമായ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഒട്ടനവധി ആൾക്കാർക്ക് ഇന്ന് കണ്ടുവരുന്ന രോഗമാണ് ഈ മൈഗ്രെയിൻ, അതായത് ചെന്നിക്കുത്ത് എന്ന് പറയുന്നത്. അത് വളരെ വേദനാജനകമായ ഒരു സംഗതിയാണ് ഈ ചെന്നിക്കുത്ത്. അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഇടതുവശത്താണ് ഈ ചെന്നിക്കുത്ത് വരുന്നതെങ്കിൽ നമ്മൾ അതിരാവിലെ ഇതേലെ ഒരു 2-3 തളിരില്ല പറിച്ചെടുത്ത് അത് ചതച്ച് അല്ലെങ്കിൽ കയ്യിലിട്ട് ഞെരടി അതിന് നീരെടുത്ത് ഇടതുവശത്തെ ചെന്നിക്കുത്താണെങ്കിൽ വലത്തെ കാലിൻ്റെ തള്ളവിരലിൻ്റെ ആ നഖത്തിൻ്റെ ഇടയ്ക്കിലോട്ട് ഇതിനെ നീരൊഴിക്കുക. അപ്പം നീരൊഴിക്കുക. അത് ഏതാനും ദിവസങ്ങൾ തുടരണം. എന്നാൽ വലത്ത് ഭാഗത്താണ് ചെന്നിക്കുത്തുള്ളതെങ്കിൽ ഇടത്തെ നഖത്തിൻ്റെ ഇടുക്കിൽ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ നീരൊഴിക്കുക. തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾ കഴിയുന്നുടനെ ആ ചെന്നിക്കുത്ത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടുന്നത് അത്ഭുതമാണ്. നിരവധി ആൾക്കാർ അതിന് സാക്ഷികളുണ്ട്, അനുഭവസ്ഥരുണ്ട്. ഒട്ടനവധി ചികിത്സകൾ ചെയ്തിട്ടും ഭേദമാകാതിരുന്ന ചെന്നിക്കുത്തുകൾ ഇതിലൂടെ മാറിയതായിട്ട് ഒട്ടനവധി സാക്ഷികൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രമേഹം ശമിക്കാൻ ഇത് ഉത്തമമാണ്. പ്രമേഹം ശമിക്കാൻ ഇത് വളരെ ഉത്തമമാണ്. ഷുഗർ രോഗമുള്ളവർ ഇതിൻ്റെ ഇല അരച്ച് നെല്ലിക്ക വലിപ്പത്തിൽ കഴിച്ചാൽ ഷുഗർ എന്ന് പറയുന്ന രോഗം ഫലപ്രദമായി മാറിക്കിട്ടും. അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇത്തരത്തിൽ നിരവധിയായ ഗുണങ്ങളുള്ള ഒരു ആയുർവേദ പച്ചമരുന്ന് കൂടിയാണ് നമ്മുടെ ഈ ഒരിവേരൻ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഈ വിരശല്യം മാറാൻ ഇത് വളരെ ഫലപ്രദമാണ്. വയറുകടി മാറാൻ ഇതിൻ്റെ തളിരില പിഴിഞ്ഞെടുത്ത നീര് നമ്മൾ കഴിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇല പിഴിഞ്ഞെടുക്കുന്ന നീരും അത്ര തന്നെ തേനും ചേർത്ത് നമ്മൾ ഇളക്കി കഴിക്കുകയാണെങ്കിൽ ശരീരവേദന മാറിക്കിട്ടും. എത്ര കഠിനമായ ശരീരവേദനയായാലും മാറിക്കിട്ടും. അത് നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്, നല്ലതുമാണ്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ,
ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ചില പാർശ്വഫലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നേരിട്ട് രോഗത്തിനായിട്ട് ഈ ഗർഭാവസ്ഥയിലുള്ള ഗർഭിണികൾ ഉപയോഗിക്കുമ്പോൾ ചില സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ പാർശ്വഫലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗർഭിണികൾ ഒരിക്കലും ഇത് മരുന്നായിട്ട് നേരിട്ട് ഉപയോഗിക്കരുത്. എണ്ണ കാച്ചി തേക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഉള്ളിൽ കഴിക്കരുത്. കഴിച്ചാൽ അത് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാക്കും. അപ്പം ഇത്തരത്തിൽ ഇലഞ്ഞൂർ ബ്ലോഗ് തന്നെ പരിചയപ്പെടുത്തിയ ഒട്ടനവധി ഔഷധ സസ്യങ്ങൾ പ്രകൃതി നമുക്ക് നമ്മുടെ ചുറ്റും തന്നിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ സംരക്ഷണ കവചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഇന്ന് വില കൊടുത്ത് വാങ്ങിക്കാവുന്ന ഏതു മരുന്നിനെക്കാട്ടിലും പ്രയോജനപ്രദമായ ഇത്തരം ആയുർവേദ ഔഷധ പച്ചമരുന്നുകൾ നമ്മൾ കണ്ടെത്തുകയും അതിൻ്റെ അറിവുകൾ, അത് സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുകയും അത് സന്ദർഭോചിതമായി നമുക്ക് വേണ്ട അവസരങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ആഹ്ലാദപൂർണ്ണമാക്കി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒട്ടനവധി രോഗങ്ങൾ പുതിയ പുതിയ രൂപത്തിലും ഭാവത്തിലും പേരിലും ഒക്കെ പുറത്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഔഷധ സസ്യങ്ങൾക്കും അവയുടെ ഉപയോഗത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. നമുക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ അറിവുകൾ ശേഖരിച്ച് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ വർദ്ധിച്ചു വരുന്ന ആശുപത്രി ചിലവുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാനും സാധിക്കുകയുള്ളൂ. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമായ എല്ലാം പ്രകൃതി അതാത് പ്രദേശങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് നമ്മൾ മറക്കരുത്. അപ്പം ഞങ്ങൾ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.